ഹായ്, സുഖല്ലേ? ഇന്ന് തേങ്ങ ചേർക്കാതെ പെട്ടെന്ന് കേടാകാത്ത ഒരു കൊത്തമല്ലി ഇല ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ ഇതുപോലെയാണ് വീട്ടിലുണ്ടാക്കാറ്. തമിഴ്നാട് പാലക്കാട് സ്റ്റൈലാണ് ഈ ചമ്മന്തി. വരും നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കെട്ട് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വേര് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. തണ്ടും ഇലയും നമുക്ക് ഈ ചമ്മന്തിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ചേർക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ സുഖമായിട്ടിരിക്കും. പുറത്തിരിക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ കേടുവരാതിരിക്കും. പക്ഷെ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ വറുത്ത് അരയ്ക്കണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം കേട്ടോ അതെങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഇലയൊക്കെ നുള്ളി അതിൻ്റെ വേര് മാത്രം കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു 3-4 വലിയ സ്പൂൺ ഉഴുന്നുപരിപ്പ്, അത്ര തന്നെ 3-4 വലിയ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു 5-6 വറമുളക്, ഒരു 3 പച്ചമുളക്, പിന്നെ 4 ചെറിയ ഉള്ളി, ഒരു കഷ്ണം കായം. കുറേ ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി ഒഴിവാക്കിക്കോളൂ കേട്ടോ. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കൂടിയാണ് കേട്ടോ. പിന്നെ ഇത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ, നിങ്ങൾ ഇത് സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയാണോ എന്ന് വെച്ചാൽ ആ ഓയിലും എടുത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ട് ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ കായം ഇട്ട് നന്നായിട്ടൊന്ന് കായം പൊരിഞ്ഞു വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഉഴുന്നുപരിപ്പും, ഇനി അതൊന്ന് 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കടലപ്പരിപ്പും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. ഇത് ഈ മല്ലിയില ചമ്മന്തി നമ്മൾ നോർത്ത് ഇന്ത്യയിലും ഉണ്ടാക്കും. ഇവിടെയും കോമൺ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കും ഈ മല്ലിയില ചമ്മന്തി. പക്ഷേ അവരുണ്ടാക്കുന്നതും നമ്മളുണ്ടാക്കുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ വറമുളകും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണം, നന്നായിട്ട് ബ്രൗൺ കളറാവണം കേട്ടോ. പിന്നെ ഞാനിത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്, കുറേ നേരം കാണിക്കാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് പുളി ചേർത്തി കൊടുത്തു. പിന്നെ നമ്മൾ 2 ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടു കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ അജഗജാന്തരം എന്നുള്ള വേർഡ് നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ ഇതിന് പകരമായിട്ടുള്ള എന്തെങ്കിലും വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമ്മൾ ഈ വറുത്തെടുത്ത ഈ പരിപ്പും ഇതൊക്കെ നമുക്കൊന്ന് ആറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് പരത്തിയിടാം കേട്ടോ. ഇതൊന്ന് ആറി വരട്ടെ. ഇത് എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ, ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ നോക്കൂ, ഈ ആറിയ പരിപ്പൊക്കെ ഞാൻ നമ്മളുടെ മിക്സിയിലിട്ടു. ഇതിനെ ആദ്യം ഒന്ന് തരിയായിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇപ്പം തന്നെ ഇല ഇടണ്ട, പിന്നെ അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതാദ്യം തന്നെ ഒന്ന് തരിവിരാന്ന് നമുക്കിതൊന്ന് ഇങ്ങനെ ഇതുപോലെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒന്നിച്ച് ഇല ഇടരുത്, അപ്പോഴും അരിയില്ല. കുറച്ചായിട്ട് ഇല ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു പിടി ഇല ഇട്ടു, അതൊന്ന് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട്, അതായത് ഈ പരുവത്തിൽ തന്നെയാണ് വേണ്ടത്. ഒരുപാട് ഇങ്ങനെ പേസ്റ്റായിട്ട് അത് വരില്ല. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളുടെ ചമ്മന്തി ഇപ്പോൾ റെഡിയായി. ഇത് ചിലവർ ഇതൊന്നും കൂടി നല്ലെണ്ണയിൽ ഒന്ന് മൂപ്പിക്കും, കുറേ ദിവസം വെക്കാനാണെങ്കിൽ. ഇത് പക്ഷേ ഞാൻ 2-3 ദിവസത്തേക്കാണ് ഉണ്ടാക്കിയത്. അത് പിന്നെ ആദ്യം വഴറ്റേണ്ട കാര്യമില്ല, നമ്മളതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ലല്ലോ. ഇത് ഇനി എങ്ങനെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നല്ല ചൂടുള്ള ചോറ് അതുപോലെ എടുക്കുക കുറച്ച്, എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, നല്ല മണമുള്ള നെയ്യ് അതുപോലെ ഇങ്ങനെ ചുറ്റി ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഉണ്ട നമ്മളുടെ ഈ ചമ്മന്തിയും കൂടി ചേർത്തിട്ട് നല്ല അരിക്കൊണ്ടാട്ടോ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇതിങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ചൂടുള്ള കഞ്ഞി, അതിൽ കുറച്ച് നാളികേരം ചരിവേതും, പിന്നെ കുറച്ച് നെയ്യും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുടിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കൂ കേട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ. എപ്പോഴെങ്കിലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ കഴിക്കാറുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ആ ടേസ്റ്റ് എന്നൊക്കെ, ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടോ, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇത് അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചമ്മന്തി 1-2 ദിവസമൊക്കെ കേടാകാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. തൈര് സാദത്തിൻ്റെ കൂടെ, ലെമൺ റൈസിൻ്റെ കൂടെയൊക്കെ ഈ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ, കമൻസൊക്കെ അറിയിക്കൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ പഴയ കാല വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പഴയ വിഭവങ്ങളുണ്ടെങ്കിൽ പറയൂ കേട്ടോ. നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം, നമുക്കൊന്നിച്ചുണ്ടാക്കാമല്ലോ. അപ്പോൾ പറയൂ കേട്ടോ, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയണ പഴയകാല വിഭവങ്ങളുണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.